ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ ആദ്യത്തെ സീസൺ കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്റെ വീട്ടിൽ പാട്ടെല്ലാം പാടിക്കൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ഇതേ സമയം ലാക്കിക്ക് പോലീസിന് ഇൻഫർമേഷൻ എല്ലാം ലീക്ക് ചെയ്ത് കൊടുത്തത് ഒരു ലേഡിയാണ് എന്ന് മനസ്സിലായതും അവൻ ആ സ്ട്രീറ്റിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ എല്ലാം പിടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരാരെങ്കിലാണോ ഇൻഫർമേഷൻ എല്ലാം പോലീസിനെ വിളിച്ചറിയിച്ചതെന്ന് ചോദിക്കുന്നു. അവൻ ഇൻഫർമേഷൻ എല്ലാം ചോർത്തി കൊടുത്ത ആ പെൺകുട്ടിയെ പിടികൂടുന്നുണ്ടെങ്കിലും അവൾ മെറിറ്റയുടെ പേര് പറഞ്ഞതും ലക്കിക്ക് അവന്റെ സംശയമെല്ലാം മെറിറ്റയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാലും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്ന ലക്കി ആ റോട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഷസാർ പാബ്ലോയുടെ കൂടെ ഇനിയൊരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറല്ലെന്ന് പറഞ്ഞെങ്കിലും പാബ്ലോ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു റെക്കോർഡിലാക്കി അത് ഷസാറിന് അയച്ചെല്ലാം കൊടുക്കുന്നു. എന്നാൽ ഷസാർ ആവട്ടെ അതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവൻ പാബ്ലോ പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കാതെ വിടുന്നു. അവിടെ കടിച്ചത് പാബ്ലോയെ പറ്റിയുള്ള ന്യൂസ് എല്ലാം ലോകം മുഴുവൻ സ്പ്രെഡായതും ഈ വാർത്തയെല്ലാം അറിഞ്ഞ US പ്രസിഡന്റായിട്ടുള്ള ജോർജ് ബുഷ് പാബ്ലോയെ പിടികൂടാൻ വേണ്ടി പുതിയതായി പല അപ്പോയിന്റ്മെന്റുകളെല്ലാം നടത്തുന്നു. അതിന്റെ ഭാഗമായി അയാൾ കൊളംബിയൻ എംബസിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ മാറ്റിക്കൊണ്ട് ഓദർ എന്ന ഒരു നേവി ഓഫീസറെ കൊളംബിയൻ എംബസിയുടെ ചുമതലയെല്ലാം ഏൽപ്പിക്കുന്നു. അതോടൊപ്പം CIA ഓഫീസർമാർക്ക് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കാൻ വേണ്ടി ബിൽ എന്ന ഒരു ബോസിനെ ഏൽപ്പിക്കുന്നു. അവസാനമായി DA ഓഫീസർമാർക്കും അവരുടെ മുമ്പത്തെ സീനിയറെ മാറ്റിക്കൊണ്ട് മെസീന എന്ന പുതിയ ലേഡിയെ ആ പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. അവിടെ കടിച്ചത് ലാക്കി അവിടെ ഒരുപാടധികം പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ എല്ലാം കൊന്നിട്ടത് കൊണ്ട് ആ റൂട്ടിൽ നിറച്ച് പോലീസ് വണ്ടികളും ആംബുലൻസും എല്ലാം കിടക്കുന്നത് കണ്ട് മെറീറ്റയ്ക്ക് ചെറുതായി പേടിയെല്ലാം തോന്നുന്നു. ഇതേ സമയം US എംബസിയുടെ സീനിയർ ആയിട്ടുള്ള ഓദർ എല്ലാ ഒഫീഷ്യൽസിനെയും വിളിച്ചു നിർത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതും മീറ്റിംഗിൽ സ്റ്റീവ് പങ്കെടുക്കാത്തത് കണ്ട് മെസീന അവൻ എന്താണ് മീറ്റിംഗിന് വരാത്തതെന്ന് ജേവിയറിന്റെ അടുത്ത് ചോദിക്കുന്നു. ഈ സമയം ജേവിയർ അവൻ ക്ഷീണം കാരണം വീട്ടിലായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും മെസീന തന്റെ ഫയലെല്ലാം ഓപ്പൺ ചെയ്ത് ജേവിയറിന് സ്റ്റീവ് എയർപോർട്ടിൽ വെച്ച് രണ്ടുപേരെ ആക്രമിച്ചതിന്റെ പേരിൽ അവന്റെ മേലെ കൊളംബിയൻ പോലീസ് FIR ഇട്ടത് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടതും ജേവിയർ ചെറുതായൊന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും മെസീന താൻ തന്റെ ഇൻഫ്ലുവൻസ് എല്ലാം യൂസ് ചെയ്ത് കേസെല്ലാം ഒതുക്കി തീർത്തിട്ടുണ്ടെന്നും കൂടാതെ അവൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് എന്നെല്ലാം അറിയാവുന്നത് കൊണ്ട് തൽക്കാലം ടീമിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് ജേവന്റെ അടുത്ത് പറയുന്നു. അവിടെ കടിച്ചത് പോലീസിന്റെ ചെക്കിംഗ് എല്ലാം കാരണം ബ്യൂട്ടിയുടെ ലാബെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് പാബ്ലോയുടെ അടുത്ത് പറയുന്ന മൊട്ടത്തലേനെയാണ് കാണിക്കുന്നത്. ഈ സമയം ലോയർ പാബ്ലോയെ കോൾ ചെയ്തുകൊണ്ട് അവർ അന്ന് റെക്കോർഡ് ചെയ്ത കാര്യമെല്ലാം ഷസാറിന് കൂടാതെ മീഡിയ ചാനലിലേക്കും അയച്ചതുകൊണ്ട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി സുപ്രീം കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിന്നും തന്നെ വിളിച്ച കാര്യം പാബ്ലോയുടെ അടുത്ത് പറയുന്നു. അവിടെ കടിച്ചത് ലക്കി പോലീസുകാർക്ക് ഇൻഫർമേഷൻ എല്ലാം ചോർത്തി കൊടുത്തിരിക്കുന്നത് മെറിറ്റ് ആവാനാണ് സാധ്യതയെന്നും അതുകൊണ്ട് അവളെ കൂടി കൊന്നുകളയണമെന്ന് പറയുന്നു. എന്നാൽ ടാക്സി ഡ്രൈവർ മെറിച്ചയെ തനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതാണെന്നും അതുകൊണ്ട് അവൾ ഒരിക്കലും ഈ കാര്യം ചെയ്യില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ലക്കി അവൻ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. അവിടെ കടിച്ചത് പാലസ് ഓഫ് ജസ്റ്റിസിനെ പറ്റിയാണ് പറയുന്നത്. പാലസ് ഓഫ് ജസ്റ്റിസിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അവകാശം സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്യുന്ന അറ്റോർണി ജനറലിന്റെ കയ്യിലാണുള്ളത്. എന്തിനധികം ആ നാട്ടിലെ പ്രസിഡന്റ് പോലും അവിടുത്തെ നിയമപ്രകാരം അറ്റോർണി പറയുന്ന തീരുമാനമെല്ലാം അനുസരിക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. അവിടെ കടിച്ചത് പ്രസിഡന്റ് പാബ്ലോയുടെ ലോയർ അറ്റോർണി ജനറലുമൊത്ത് ഒരു മീറ്റിംഗ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള മീറ്റിംഗിൽ അറ്റോർണി ജനറൽ പാബ്ലോയ്ക്കും ഇവിടെ അവകാശങ്ങളെല്ലാം ഉണ്ടെന്നും എന്നാൽ തനിക്ക് ഇതുവരെ മനസ്സിലായതിൽ ഗവൺമെന്റ് മുഴുവൻ പാബ്ലോയെ ഇല്ലാതാക്കാൻ നോക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പാബ്ലോയുടെ ലോയറിന്റെ അടുത്ത് പറയുന്നു. ഇതേ സമയം US എംബസിയും CIAയും DA ഓഫീസർമാരെല്ലാം ഒന്നിച്ചിരുന്ന് പാബ്ലോയുടെ കേസെല്ലാം അന്വേഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രസിഡന്റ് പാബ്ലോയെ പറ്റി ഇൻഫർമേഷൻ നൽകുന്ന എല്ലാവർക്കും $1.4 മില്യൺ സമ്മാനം പ്രഖ്യാപിച്ചതോടെ ഇവരുടെ ഈ പ്ലാനിംഗ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാബ്ലോയുടെ ആൾക്കാർ ആ ഫോൺ നമ്പറുകളിലേക്ക് മാറി വിളിച്ച് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ചെയ്ത് ഡ്രൈവറും ലക്കിയും കൂടി മാർക്കറ്റിലേക്ക് ചെന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാർക്കറ്റിൽ വെച്ച് ലക്കി അവിടുത്തെ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ കയറിയ ശേഷം അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്ലറ്റ് തന്നെ പാബ്ലോയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നു. ഈ സമയം ഡ്രൈവർ മെറിച്ച നല്ല കുട്ടിയാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ലക്കി അതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കാത്തത് കൊണ്ട് അവൻ ഡ്രൈവറുടെ അടുത്ത്
നമുക്ക് നേരെ മെറീച്ചയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. വീട്ടിലെത്തിയ ഉടനെ ലക്കി അവിടുത്തെ കോളിന്മേലെല്ലാം മാറി മാറി അടിക്കുന്നുണ്ടെങ്കിലും മെറീച്ച വന്ന് ഡോർ തുറക്കാത്തത് കണ്ട് അവൻ ആ വാതിലെല്ലാം പൊളിക്കുന്നു. വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ടതും മെറീച്ച വേഗം തന്നെ തന്റെ കട്ടിലിന്റെ താഴെ ചെന്ന് ഒളിച്ചിരിക്കുന്നു. ലക്കി വീട് മുഴുവൻ സെർച്ച് ചെയ്യുന്നത് കണ്ടതും ഡ്രൈവറും അവന്റെ കൂടെ മെറീച്ചയെ ആ വീട് മുഴുവൻ തപ്പിക്കൊണ്ട് നടക്കുന്നു. ഈ സമയം കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന മെറീച്ചയെ ഡ്രൈവർ കാണുന്നുണ്ടെങ്കിലും അവൻ അവളുടെ അടുത്ത് മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് മെറീച്ച വീട്ടിലില്ലെന്ന് പറഞ്ഞ് ലക്കിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കഴിച്ചത് താൻ അറ്റോർണി ജനറലിന്റെ കൂടെ സംസാരിച്ച കാര്യമെല്ലാം പാബ്ലോയുടെ അടുത്ത് പറയുന്ന ലോയറിനെയാണ് കാണിക്കുന്നത്. ഇവർ ഇനി പുതിയതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡീലിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നതിനിടയിൽ പാബ്ലോയുടെ വൈഫായിട്ടുള്ള ടാറ്റ ഇനി എത്ര കാലം ഇതുപോലെ ഒളിച്ചും പാത്തുമെല്ലാം നടക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോകാമെന്ന് പാബ്ലോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു. ആദ്യ സീസണിൽ ടാറ്റയുടെ നിർബന്ധം കാരണം കൊളംബിയയിലേക്ക് വന്നതാണെങ്കിലും ടാറ്റയ്ക്ക് സ്ഥിരമായിട്ടുള്ള ഈ ഒളിച്ചോട്ടം കാരണം ടാറ്റയുടെ മനസ്സ് ഇപ്പോൾ കൊളംബിയയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടന്നാൽ മതി എന്ന ചിന്തയിലേക്ക് മാറുന്നു. അവിടെയൊക്കെ ചെയ്ത് ലക്കി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോസറ്റ് എല്ലാം മേടിച്ചുകൊണ്ടുപോയ കാര്യം അവരുടെ ഒരു ഇൻഫോമർ ജേവന്റെ അടുത്ത് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് ലക്കി എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന ലൊക്കേഷൻ എല്ലാം മനസ്സിലായതും അവർ ആ ഏരിയയുടെ മുകളിലൂടെ ഫോണെല്ലാം ട്രാക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് എല്ലാം പറത്തിക്കൊണ്ട് പാബ്ലോ താമസിക്കുന്ന വീടെല്ലാം ഏകദേശം സാറ്റലൈറ്റിലൂടെ ലൊക്കേറ്റ് ചെയ്തെടുക്കുന്നു. എന്നാലും അവിടേക്ക് പോകണമെങ്കിൽ ഫോഴ്സിന്റെ സപ്പോർട്ട് ആവശ്യമായതുകൊണ്ട് തന്നെ അവരുടെ സീനിയർ ആയിട്ടുള്ള മെസ്സിന ആർമിയുടെ ഹെഡായിട്ടുള്ള പിൻസോയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. എന്നാൽ പിൻസോയ്ക്ക് സീന പറഞ്ഞിട്ടുള്ള ഈ കാര്യമൊന്നും അത്രത്തോളം വിശ്വാസം വരാത്തത് കൊണ്ട് അയാൾ ഈ ഒരു ഓപ്പറേഷന് മിലിറ്ററി ഫോഴ്സിനെ വിട്ടുതരാൻ സാധിക്കില്ലെന്ന് പറയുന്നു. ഇത് കേട്ടതും മിലിറ്ററി ഇല്ലാതെ ആ സ്ഥലത്തേക്ക് കയറി പോകാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് മെസ്സിന ഈ കാര്യം നേരെ US എംബസിയുടെ ഹെഡായിട്ടുള്ള ഓദറിനെ വിളിച്ചറിയിക്കുന്നു. ഓദർ ഈ കാര്യം നേരെ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞതും ഷസാർ വേഗം തന്നെ പിൻസോയെ വിളിച്ച് അവർക്ക് വേണ്ട ഫോഴ്സിനെ എല്ലാം വിട്ടുകൊടുക്കാൻ വേണ്ടി പറയുന്നു. അവിടേക്ക് ചെയ്ത് പാബ്ലോയെ പിടികൂടാൻ വേണ്ടി ഫോഴ്സുമായി പോകുന്ന പിൻസോനെയാണ് കാണിക്കുന്നത്. പിൻസോ രഹസ്യമായി അവരെ വളയുന്നതിന് പകരം തന്റെ സോൾജേഴ്സും ട്രക്കുമെല്ലാമായി ഡയറക്റ്റായി മുമ്പിലേക്ക് കയറി ചെന്നതും ആ വണ്ടികളുടെ എല്ലാം ശബ്ദം കേട്ട ഉടനെ പാബ്ലോയുടെ ആൾക്കാർ പാബ്ലോയെയും അവന്റെ ഫാമിലിയെയും എല്ലാം വീടിന്റെ പുറകുവശത്തിൽ കൂടെ ഒരു കാറിൽ കയറ്റി അവിടെ നിന്നും രക്ഷപ്പെടുത്തി വിടുന്നു. അങ്ങനെ ഓപ്പറേഷന്റെ ഭാഗമായി പിൻസോയും സ്റ്റീവും എല്ലാം അവിടേക്ക് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ വരുന്നു. അവിടെ കടിച്ചത് പാബ്ലോ തന്റെ ഫാമിലിയെയും കൂട്ടിക്കൊണ്ട് പുതിയ സ്ഥലത്തേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പുതിയ സ്ഥലത്തെത്തിയതും ടാറ്റ പാബ്ലോയുടെ അടുത്ത് ചെറുതായി പ്രഷറെല്ലാം ചെലുത്താൻ വേണ്ടി തുടങ്ങുന്നു. അവൾ പാബ്ലോയുടെ അടുത്ത് തലേന്ന് രാത്രി എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നതെന്നും കൂടാതെ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ വൈകാതെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ മിലിറ്ററിയുടെ വെടികൊണ്ട് ചാവാനായിരിക്കും നിങ്ങൾക്ക് യോഗമെന്ന് പറയുന്നു. ടാറ്റയുടെ ഈ ഒരു സംസാരം പാബ്ലോക്ക് തന്റെ ദേഷ്യമെല്ലാം വീണ്ടും കൂട്ടുന്നു. അവൻ മെഡ്ലിൻ തന്റെ കോട്ടയാണ് എന്നറിയിക്കാൻ വേണ്ടി തന്റെ ആൾക്കാരുടെ അടുത്ത് റോട്ടിൽ കാണുന്ന എല്ലാ പോലീസുകാരെയും വെടിവെച്ചു കൊല്ലാൻ വേണ്ടി പറയുന്നു. പാബ്ലോയുടെ ഈ ഒരു ആക്രമണം കാരണം ഒരുപാടധികം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കണ്ട് ഷസാറിനും അവരുടെ അസിസ്റ്റന്റും ഇതിൽ നല്ലപോലെ വിഷമമെല്ലാം ആവുന്നു. എന്നാൽ ഇതേ സമയം പാബ്ലോ തന്റെ വൈഫിന്റെ കൂടെ റൊമാൻസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.